ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 14 ബുധനാഴ്ച ദിവസം വസന്ത പഞ്ചമിയാണ്. എന്താണ് വസന്ത പഞ്ചമി? പഞ്ചമി തിഥി ആരംഭിക്കുന്നത് ഫെബ്രുവരി 13 2:41 മുതൽ ഫെബ്രുവരി 14 12:09 വരെയാണ്. അതുകൊണ്ട് ആ ദിവസം നമ്മൾ വസന്ത പഞ്ചമിയായിട്ട് ആഘോഷിക്കുന്നു. അതുകൂടാതെ അന്ന് ഷഷ്ടിയുമാണ്. കാരണം ഉച്ചയ്ക്ക് 12:09 പഞ്ചമി തിഥി അവസാനിക്കുകയാണ്. ഈ 12:09 ശേഷം 12:09 മുതൽ ഫെബ്രുവരി 15 10-12 വരെ ഷഷ്ടിയാണ്. അപ്പോൾ പഞ്ചമി തിഥിയെപ്പറ്റി നമുക്ക് ആദ്യം പറയാം. ഫെബ്രുവരി 14 ഭാരതത്തിൽ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ, പഞ്ചാബ്, ഹരിയാന മുതലായ പ്രദേശങ്ങളിലെല്ലാം തന്നെ വസന്ത പഞ്ചമിയായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം, ഇപ്പോൾ നവരാത്രി നടക്കുകയാണ്. വസന്ത പഞ്ചമി സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ദേവിയുടെ ജന്മദിനമായിട്ട് ആണ് ആഘോഷിക്കുന്നത്. അന്നത്തെ ദിവസം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കുട്ടികൾ പട്ടം പറത്തും, പല കളറുകളിലുള്ളത്. അത് ആ വസന്ത പഞ്ചമിയുടെ ഒരു ആചാരമാണ്. അന്ന് നമ്മൾ സരസ്വതി ദേവിയെ പ്രത്യേകം പ്രാർത്ഥിക്കണം. പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് ഈ ദിവസം വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് 12:09 മുമ്പ് ചെയ്യണം. കാരണം 12:09 കഴിഞ്ഞാൽ പഞ്ചമി അവസാനിക്കുന്നു. അപ്പോൾ അന്ന് രാവിലെ മുതൽ 12:09 വരെയുള്ള സമയം വളരെ നല്ലതാണ്. നമുക്ക് പുതിയ കാര്യങ്ങൾ ഒക്കെ തുടങ്ങാം. ഇനി നിങ്ങൾ ഇതുവരെ ജപിക്കാത്തവരാണെങ്കിൽ, ജപമാല ഉപയോഗിച്ച് ജപിക്കാത്തവരാണെങ്കിൽ ജപിച്ചു തുടങ്ങാം. പുതുതായി എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങാം. ഭഗവത്ഗീതയുടെ ക്ലാസ്സുകൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല, നമ്മുടെ ചാനലിലുണ്ട്. ഭഗവത്ഗീതയുടെ ക്ലാസ്സുകൾ അന്നത്തെ ദിവസം മുതൽ കേട്ടു തുടങ്ങാം, പഠിച്ചു തുടങ്ങാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പുതിയ എന്തെങ്കിലും ഒരു പുസ്തകം വായിച്ച് തുടങ്ങണമെങ്കിൽ അത് തുടങ്ങാം. എന്തെങ്കിലും തൊഴിൽ എടുക്കാൻ തുടങ്ങണമെങ്കിൽ അത് തുടങ്ങാം. ഇതിനെല്ലാം തന്നെ ഒരു വിദ്യാരംഭത്തിന് വളരെ നല്ലതാണ് ഈ വസന്ത പഞ്ചമി. അത് ഉച്ചയ്ക്ക് 12:09 മുമ്പ് തുടങ്ങണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനു മുമ്പ് നമുക്ക് ദേവിയെ പ്രാർത്ഥിക്കാം. വെളുത്ത നിറത്തിലുള്ള വസ്ത്രമാണ്, എപ്പോഴും ശുഭ്രവസ്ത്രധാരിണിയാണ് സരസ്വതി ദേവി. ബ്രഹ്മലോകമാണ് വാസസ്ഥലം, ബ്രഹ്മാവിൻ്റെ പത്നിയാണ്. 4 കൈകളാണ് ദേവിക്കുള്ളത്. ഒരു കയ്യിൽ ജപമാലയാണ്, മറ്റേ കയ്യിൽ പുസ്തകമാണ്. ബാക്കിയുള്ള 2 കൈകളിൽ വീണ വായിക്കുകയാണ്. താമരപ്പൂവിലാണ് ദേവി ഇരിക്കുന്നത്. ഇതാണ് ദേവിയുടെ രൂപം. അപ്പോൾ വിദ്യാദേവതയാണ്. വിദ്യയ്ക്ക് വേണ്ടി നമുക്ക് ദേവിയോട് പ്രാർത്ഥിക്കാം. അപ്പോൾ വിദ്യ എന്ന് ഉദ്ദേശിക്കുന്നത് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും വിദ്യ ആവശ്യമാണ്. അതായത് പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ മാത്രമല്ല വിദ്യ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പ്രായമായിരിക്കുന്നു, നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നു, അതൊരു വിദ്യയാണ്. ജപിക്കാൻ പഠിക്കുന്നു ജപമാല ഉപയോഗിച്ച്, അതൊരു വിദ്യയാണ്. പുതിയൊരു കൂട്ടാൻ വെക്കാൻ പഠിക്കുന്നു, അതും ഒരു വിദ്യയാണ്. പുസ്തകങ്ങൾ പഠിക്കുന്നു, ഒരു തൊഴിൽ പഠിക്കുന്നു, പുതുതായ ഒരു കാര്യം ചെയ്യാൻ പഠിക്കുന്നു. ഇതെല്ലാം വിദ്യയുടെ ഭാഗങ്ങൾ തന്നെയാണ്. അല്ലാതെ കുട്ടികൾ മാത്രമല്ല വിദ്യ അഭ്യസിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ കഥ കേൾക്കുന്നു. ഇപ്പോൾ നളദമയന്തിമാരുടെ കഥ ഞാൻ പറഞ്ഞു, ഒരു 4-5 ദിവസം കൊണ്ടാണ് പറഞ്ഞത്. ചില ആളുകൾക്കൊക്കെ നളദമയന്തിമാരുടെ കഥ അറിയാം. ആദ്യമായിട്ട് കേൾക്കുന്നവർ അത് കേട്ടത് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതും എന്താണ്, ഒരു വിദ്യയാണ്, അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് പറ്റിയ ദിവസമാണ് ഫെബ്രുവരി 14 വസന്ത പഞ്ചമി. ദേവി സരസ്വതിയുടെ ജന്മനാളാണ്. അതുകൊണ്ട് ആ ദിവസം ദേവിയെ പ്രാർത്ഥിക്കാം. വെളുത്ത കളറിലെ
പൂക്കൾ കൊണ്ട് ദേവിക്ക് അർച്ചന ചെയ്യാം. അന്നത്തെ ദിവസം രാവിലെ കുളിച്ച് ശുദ്ധമായി ഒരു സരസ്വതീ ദേവിയുടെ വിഗ്രഹമോ ഫോട്ടോയോ അക്കൂട്ടത്തിൽ വിഘ്നേശ്വരനെയോ വെക്കുക. ഇവരെ രണ്ടുപേരെയും വെച്ചതിന് ശേഷം ദേവിക്ക് അർച്ചന ചെയ്യാം. ദേവിക്ക് പ്രസാദങ്ങൾ സമർപ്പിക്കാം. പ്രസാദങ്ങൾ സമർപ്പിക്കുമ്പോൾ വെളുത്ത കളറിലുള്ള പ്രസാദങ്ങൾ സമർപ്പിക്കാം, മഞ്ഞ കളറിലുള്ള പ്രസാദങ്ങൾ സമർപ്പിക്കാം. ഇപ്പോൾ നമുക്ക് വെളുത്ത കളറിലെ പാൽപ്പായസം സമർപ്പിക്കാം, വെളുത്ത കളറിലെ പേടകൾ സമർപ്പിക്കാം. ഈ പേടകളിലെ വെളുത്ത കളറിലെ എള്ളും കൂടെ ചേർത്തിട്ട് നമുക്ക് സമർപ്പിക്കാം. വെളുത്ത എള്ള് വളരെ നല്ലതാണ്, കറുപ്പല്ല, വെളുത്ത എള്ള്, അത് നമുക്ക് സമർപ്പിക്കാം. പിന്നെ നമ്മൾ ഈ ബോളി, നമ്മൾ കർണാടകയിലായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഹോളിഗെ എന്ന് പറയും, ആന്ധ്രയിലുമൊക്കെ ഹോളിഗെ, ബോളിയുടെ തന്നെ മറ്റൊരു വകഭേദമാണ്. ബോളി നമുക്ക് ഇവിടെ തിരുവനന്തപുരത്തൊക്കെ കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കിട്ടുന്നത് വളരെ കനം കുറഞ്ഞതാണ്, വളരെ ലോലമാണ്. പക്ഷേ നമ്മൾ ആന്ധ്ര പോലെ അല്ലെങ്കിൽ കർണാടക പോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഹോളിഗെ, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലൊക്കെ കിട്ടും ഹോളിഗെ. അപ്പോൾ അതിന് കുറച്ചും കൂടി ഒരു ചപ്പാത്തിയുടെയൊക്കെ ഒരു ഘനമുണ്ടാവും. അത് വളരെ നല്ലതാണ് ദേവിക്ക്. അതായത് മഞ്ഞ കളറിലുള്ള പദാർത്ഥങ്ങളും പ്രസാദങ്ങൾ വെക്കാം, വെള്ള കളറിലുള്ള പ്രസാദങ്ങൾ വെക്കാം. മഞ്ഞ പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാം, വെള്ള പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാം. അന്നത്തെ ദിവസം സ്ത്രീകൾ വെള്ള കളറിലെ വസ്ത്രങ്ങൾ ധരിക്കാം, മഞ്ഞ കളറിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാം. ഇതൊക്കെ വളരെ നല്ലതാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ആചരിക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലൊക്കെ ചെയ്യാം. എന്തു തന്നെയായാലും പ്രാർത്ഥന മുടക്കരുത്. രാവിലെ എല്ലാവരും കുളിച്ച് ശുദ്ധമായി ദേവിക്ക്, സരസ്വതി ദേവിയുടെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയ്ക്ക് മുമ്പിൽ വിളക്ക് കത്തിച്ച് വെച്ച് സരസ്വതി നാമങ്ങൾ ജപിക്കണം. അത് വളരെ നിർബന്ധമാണ്. ഇതുവരെ ജപിച്ചു തുടങ്ങാത്തവരെല്ലാവരും വസന്ത പഞ്ചമി ദിവസം രാവിലെ ജപിച്ചു തുടങ്ങണം. ഒരു ജപമാല ഉണ്ടാക്കി വെച്ച് ആ ജപമാലയിൽ ജപിച്ചു തുടങ്ങുക. ജപമാല ഇല്ലാത്തവരൊക്കെ ജപമാല മേടിക്കുക. അതല്ലെങ്കിൽ കുട്ടികളുടെയൊക്കെ മാലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെച്ച് മുത്തൊക്കെ എടുത്ത് കോർത്ത് ഒരു 108 മണികളുള്ള ഒരു മാല കോർത്തുണ്ടാക്കുക. എന്നിട്ട് ജപിച്ചു തുടങ്ങുക. അതാണ് ചെയ്യേണ്ടത്. എത്ര തവണ ജപിക്കാമോ അത്രയും തവണ ജപിക്കുക. ആദ്യമൊന്നും 16 മാലയൊന്നും ജപിക്കാൻ പറ്റില്ല, നമുക്കതിനൊന്നും ഒരു ക്ഷമ കിട്ടില്ല. എത്ര ജപിക്കാൻ പറ്റുന്നു, 2 അല്ലെങ്കിൽ 3, 1 അങ്ങനെ ജപിച്ച് 16 മാല വരെ ജപിക്കാനായിട്ട് ശ്രമിക്കുക ഒരു ദിവസം. അപ്പോൾ അങ്ങനെ നമ്മൾ ജപിച്ചു തുടങ്ങുമ്പം അനാവശ്യമായ ചിന്തകളൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരത്തില്ല. പരമാവധി സമയം നമുക്ക് ജപിക്കാൻ പറ്റും. നമ്മുടെ ശ്വാസകോശമൊക്കെ ക്ലിയർ ആകും. പലതരത്തിലുള്ള റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. ഞരമ്പ് സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് ജപം വളരെ നല്ലതാണ്, അതെല്ലാം മാറും. ഉറക്കമില്ലാത്തവർക്ക് ഉറക്കം കിട്ടും. മനസ്സിന് എന്തെങ്കിലും പ്രയാസങ്ങളുള്ളവർക്ക് മാറും. ഒരുപാട് കാര്യങ്ങൾക്ക് ഗുണം ചെയ്യും ജപം. അതുകൊണ്ട് അതൊരു മരുന്നാണെന്ന് കരുതിയിട്ടെങ്കിലും ജപിക്കാനായിട്ട് തുടങ്ങുക, ശീലിക്കുക. 14-ാം തീയതി വളരെ നല്ലതാണ്. പിന്നെ വൈകുന്നേരം, അതായത് 12/9 മുതൽ ഷഷ്ടി തുടങ്ങുകയാണ്. പിറ്റേ ദിവസം ഫെബ്രുവരി 15-ാം തീയതി 10-12 ആകുമ്പോൾ ഷഷ്ടി അവസാനിക്കും. അതുകൊണ്ട് സന്ധ്യാസമയത്തെ പ്രാർത്ഥനയിൽ വേലായുധ സ്വാമിയെ ഉൾപ്പെടുത്തുക. ഷഷ്ടി വ്രതം എടുത്ത, സ്കന്ദഷഷ്ടി വ്രതം എടുത്ത എല്ലാവരും പ്രാർത്ഥിക്കണം. ഇനി വ്രതം എടുക്കാത്തവരുണ്ടെങ്കിൽ അവരും പ്രാർത്ഥിക്കണം. ഷഷ്ടിയാണ്. ആ ഷഷ്ടി ദിവസം ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. വേലായുധ സ്വാമിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. അപ്പോൾ അന്നത്തെ ദിവസം ഫെബ്രുവരി 14-ാം തീയതി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. 14-ാം തീയതി രാവിലെ ദേവി സരസ്വതിയുടെ പ്രാർത്ഥന മുടക്കാതിരിക്കുക. ദേവിയുടെ പിറന്നാളാണ്. അപ്പോൾ ദേവിക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് സമർപ്പിക്കാമില്ലേ. നമ്മുടെ വീട്ടിലായാലും ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ പിറന്നാൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു സമ്മാനമൊക്കെ ചെയ്യും, കൊടുക്കും അല്ലേ. അതേപോലെ തന്നെ ഇതുപോലുള്ള ദേവീദേവന്മാരുടെ വിശേഷ ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കൈകൊണ്ട് ഒന്ന് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഒന്നും ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളൊരു പഴമെങ്കിലും ദേവിക്കൊന്ന് കൊടുക്കുക. അതൊക്കെ വളരെ നല്ലതാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ശീലിക്കുമ്പോൾ നമ്മളും ദേവതമാരുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാകും. അറിയാതെ തന്നെ നമ്മുടെ ആരൊക്കെയോ ആണ് ഇവരെന്നൊരു തോന്നൽ നമുക്കുണ്ടാകും.
അത് വളരെ നല്ലതാണ്. പല സമയങ്ങളിലും അത് നമുക്ക് പ്രയോജനം ചെയ്യും. നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ശീലിച്ചു നോക്കൂ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഷഷ്ഠി വ്രതമായിട്ട് എടുക്കുന്നവരാണെങ്കിൽ അന്നത്തെ ദിവസം 14-ാം തീയതി ഷഷ്ഠി വ്രതമായിട്ടെടുക്കാം. അതല്ല പ്രധാനപ്പെട്ട ഷഷ്ഠികൾ മാത്രമേ എടുക്കുന്നുള്ളൂ എങ്കിൽ പ്രാർത്ഥന മുടക്കരുത്. വളരെ നല്ലതാണ് ആ ദിവസം ഷഷ്ഠി. അതുകൊണ്ട് വൈകുന്നേരം എന്ത് ചെയ്യുക, വേലായുധ സ്വാമിയെ വിളിച്ച് പ്രാർത്ഥിക്കുക. പിറ്റേ ദിവസം രാവിലെയും ഷഷ്ഠിയുണ്ട്, 10 മണി വരെ ഷഷ്ഠിയുണ്ട്. അപ്പോൾ ആ സമയത്തും വേലായുധ സ്വാമിയെ വിളിച്ച്, അതായത് 15-ാം തീയതിയും വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കുക. വ്രതം എടുക്കുന്നവരാണെങ്കിൽ 14-ാം തീയതി വ്രതത്തിലിരിക്കുക. ഷഷ്ഠി വ്രതം എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ആ രീതിയിൽ വ്രതം എടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഇനി ഷഷ്ഠി വ്രതം എടുക്കുന്നവരാണെങ്കിൽ പോലും രാവിലെ ദേവി സരസ്വതിയെ വിളിച്ച് പ്രത്യേകമായി പ്രാർത്ഥിക്കണം. ദേവിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനമൊക്കെ കൊടുക്കണം. അതൊക്കെ നമ്മൾ ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള ശീലങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയുക, ഇന്ന് ദേവി സരസ്വതിയുടെ പിറന്നാളാണ് എന്നവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ കുട്ടികളും ഇതുപോലുള്ള ദേവതമാരുമായിട്ട് അടുക്കും. അങ്ങനെ അടുത്ത് കഴിയുമ്പം ഒരിക്കലും നമ്മുടെ കുട്ടികൾ ഒരിക്കലും ഒരു തെറ്റിലേക്ക് പോകില്ല. ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.